സീതാബർഡി ഫോർട്ട്. ഈ എൻട്രൻസ് കടന്ന് നമ്മൾ കയറി ചെല്ലുന്നത് സീതാബർഡി ഫോർട്ടിലേക്കാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 2 ചെറിയ കുന്നുകൾക്കിടയിലായിട്ട് ബോൺസ രാജവംശം നിർമ്മിച്ചതാണ് ഈ ഫോർട്ട്. പ്രധാനമായും പ്രതിരോധവും നിരീക്ഷണവും ലക്ഷ്യമിട്ടിട്ടാണ് ഈ കോട്ട നിർമ്മിക്കുന്നത്. 1817-ൽ സീതാബർഡി യുദ്ധം നടക്കുകയും ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് അവരത് വിപുലീകരിച്ച് അവരുടെ ആസ്ഥാന കേന്ദ്രമാക്കി മാറ്റി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യൻ മിലിറ്ററി ഈ കോട്ട ഏറ്റെടുക്കുകയും ഇപ്പോൾ മഹാരാഷ്ട്ര, ഗുജറാത്ത് സബ് ഏരിയ ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വർഷത്തിൽ 2 ദിവസങ്ങളിൽ മാത്രമാണ് ഈ കോട്ട തുറക്കുന്നത്. ഒന്ന് സ്വാതന്ത്ര്യ ദിനത്തിനും മറ്റൊന്ന് റിപ്പബ്ലിക് ദിനത്തിനുമാണ്. 1923 ഏപ്രിൽ 10 മുതൽ മെയ് 15 വരെ ഗാന്ധിജിയെ ബ്രിട്ടീഷുകാർ സീതാബർഡിയിലെ ഈ കോട്ടയിലെ ഈ ജയിലിൽ താമസിപ്പിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അന്ന് ഗാന്ധിജി ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന ചെരുപ്പുകളും അദ്ദേഹത്തിൻ്റെ കട്ടിലും പുസ്തകങ്ങളുമെല്ലാം ഇവിടെ ഒരു ഓർമ്മയായി സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ചരിത്രത്തിൻ്റെ ഏടുകളിൽ വലിയ തെളിവുകളൊന്നുമില്ല. ഇതൊരു കെട്ടുകഥയാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അന്ന് അതേസമയം ഗാന്ധിജി പൂനെയിലെ ജയിലിലായിരുന്നു എന്നും ഒരു കൂട്ടർ വാദിക്കുന്നു. കോട്ടയോട് ചേർന്ന് തന്നെ കോട്ടയുടെ ജയിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നിർമ്മാണ രീതിയെല്ലാം അണ്ടർഗ്രൗണ്ട് രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ ഒരു കയ്യൊപ്പ് ഇതിൽ പതിഞ്ഞതായി ഇതിൻ്റെ നിർമ്മാണത്തിൽ നമുക്ക് മനസ്സിലാക്കാനാകും. ചുറ്റിലും അതിശക്തമായ കോമ്പൗണ്ട് വാളുകളാൽ ചുറ്റപ്പെട്ട ഈ ഒരു കോട്ടയ്ക്ക് വളരെ മികച്ച രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ആക്രമണങ്ങൾ തടുക്കാനും പുറത്തുനിന്ന് വരുന്ന ശത്രുക്കളെ നേരിടാനും വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 ചെറിയ കുന്നുകൾക്കിടയിലായിട്ടാണ് ഈ കോട്ട നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് നോക്കുമ്പോൾ ചെറിയ കുന്നുകളായിട്ടാണ് പലതും നമുക്ക് കാണുന്നത്. എന്നാൽ ഈ കാണുന്ന മരങ്ങൾക്ക് അടിയിലായിട്ടാണ് ഇവിടുത്തെ തടവുകാരെ പാർപ്പിച്ചിരുന്ന ജയിലുള്ളത്. ബ്രിട്ടീഷുകാർ ഈ കോട്ട ഏറ്റെടുത്തതിന് ശേഷം അവരുടെ പ്രധാന സൈനിക കേന്ദ്രമാക്കി മാറ്റുകയും ഇവിടെ ഒരുപാട് വിപുലീകരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അന്ന് പീരങ്കി ഓപ്പറേറ്റ് ചെയ്തിരുന്ന സ്ഥലമാണ് ഇന്നീ കാണുന്നത്. സെല്ലുകളിലേക്കുള്ള വഴികളെല്ലാം വളരെ ഇടുങ്ങിയതാണ്. ഒരാൾക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന രീതിയിലാണ് അതിനെ സജ്ജീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്നതിൽ ഒരുപാട് രൂപമാറ്റം വരുത്തിയിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ്റെ പേരക്കുട്ടി എന്നറിയപ്പെടുന്ന നവാബ് അലി ഖാൻ എന്ന വ്യക്തിയുടെ ഖബറാണിത്. അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും പിന്നീട് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഖബറിടം സീതാബർഡിയിലെ കോട്ടയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ഇതെല്ലാം ചരിത്രത്തിൽ യാതൊരു തെളിവുകളില്ലെന്നും ഇതെല്ലാം കെട്ടുകഥകളാണെന്നും ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. കൂടുതൽ വിശേഷങ്ങൾക്കും വീഡിയോസിനുമായി അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്.